ശേഷം എന്റെ അച്ഛനും അമ്മയും സ്വൈര്യത എന്താന്ന് അറിഞ്ഞിട്ടില്ല. വന്ദനെ, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? ശാപം പിടിച്ച ജന്മമെന്നോ? ആവശ്യമില്ലാത്തൊന്നുമല്ല, അനുഭവങ്ങളാ ഞാൻ പറയുന്നത്. കല്യാണപ്രായപ്പോ ജാതക ദോഷം കൊണ്ട് കല്യാണം മുടങ്ങി മുടങ്ങി പോകുന്നതായിരുന്നു അച്ഛന്റെ അമ്മയുടെ സങ്കടം. ജാതകവും നാളും ഒന്നും നോക്കാത്ത ഒരാള് കല്യാണം കഴിക്കാനായിട്ട് വന്നപ്പോ എന്റെ ജാതക ദോഷം ആ മനുഷ്യനെ കൊന്നിളഞ്ഞില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഒരു പാവം പെൺകുഞ്ഞാനാതെയായി. ആ സങ്കടം കൂടി മടുത്തു. ഇപ്പൊ കണ്ടില്ലേ, മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്നും അപമാനം ഏറ്റു വാങ്ങി പോയേണ്ടി വരുന്ന ഒരു അച്ഛനെ. വന്ദന, അതിന് കാരണക്കാരി നീയല്ല, ഞാനല്ലേ? അല്ല, എന്റെ ജന്മദോഷ. ഇനി എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നീ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചു. സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്ത എന്നെ പോലൊരു ഭർത്താവിന്റെ ഗതികേടെന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. എന്റെ വിശ്വാസമാണ് ശരി. അതാണ് വന്ദന സത്യം. എന്റെ കയ്യിലുള്ള പണം എടുത്തിട്ടായിരുന്നു ഞാൻ നിന്റെ അച്ഛന്റെ ഓട്ടോ തിരിച്ചെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യന് തല കുനിച്ചിറങ്ങി പോണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെ ആക്ഷേപം കെട്ട് വായടിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഭർത്താവിന്റെ ഗതികേടിന് സ്വയം കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യമില്ല വന്ദനെ. ഇതിനെ ജാതകദോഷമൊന്നും ജന്മദോഷമൊന്നും ഒക്കെ പഴിച്ചായിരുന്നതിനോട് പുച്ഛം തോന്നുന്നു എനിക്ക്. ഇനി അതല്ല, ഞാൻ കിട്ടിയ താലിയാണ് എല്ലാ ദോഷങ്ങൾക്ക് കാരണമെന്ന് വന്ദനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞ ഇത് പലപ്പോഴും എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. വന്ദനെ, ഒരു ഭാര്യയുടെ കരുതലും സ്നേഹവും ഒന്നും നീ എനിക്ക് തരുന്നില്ലെങ്കിലും ഞാൻ ഇതുവരെ നിന്നോട് പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ കിട്ടിയ താലി നിന്നെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും നീ ആവർത്തിച്ച് പറയുമ്പോ ആ കുരു കഴിക്കേണ്ടത് എന്റെ കടമയാ. ഇതും നിന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. എന്റെ കഴുത്തിൽ താലി കെട്ടാൻ വന്ന രാജീവ് മേനോന്റെ അകാല മരണമാണ് ജഗനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെങ്കിൽ പൊട്ടിച്ചെറിയ. ഈ താലി ജഗന് മരണഭയം വരുത്തണ്ട. അങ്ങനെ ഒരു ഭയം ജഗനില്ലെങ്കിൽ തൊട്ടു പോരുത്. തോന്നുമ്പോ കെട്ടാനും തോന്നുമ്പോ അഴിച്ചെടുക്കാനുള്ളതല്ല പെണ്ണിന്റെ കഴുത്തിലെ താലി. ഈ താലിക്ക് ഞാൻ മഹത്വം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ കെട്ടിയതാരാണെന്നറിയാതെ താലിയും ചുമന്ന് ഞാൻ നടന്നിരുന്ന ആ സമയത്ത് പൊട്ടിച്ച് കടലിലെറിഞ്ഞന്. എങ്കിൽ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു ഞാൻ. ഒരു പെണ്ണിന്റെ താലി മുറുകുന്നത് കഴുത്തിലല്ല, ഹൃദയത്തില. താലിയുടെ തിളക്കത്തിൽ മിന്നുന്നത് അവളുടെ സ്വപ്നങ്ങളാ. തഞ്ചു, ഇത് വർഷയ്ക്കും വിക്രമിനുള്ള ഡ്രസ്സാണ്. ആ രാവിലെ പൂജ തുടങ്ങും.
അതിരാവിലെ തുടങ്ങുമോ മാധവേട്ട? ഏയ് അതിരാവിലെ ഒന്നും അല്ല. അവർ വരുമ്പോൾ തന്നെ 11 മണിയാവും. ഉം. ആ പിന്നെ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. എല്ലാവർക്കും വച്ച് വിളമ്പാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് ഫുഡ് വരുത്താവുന്നതേ ഉള്ളൂ. വാങ്ങിയ സാധനങ്ങളൊന്നും ചീത്തായി പോവുകയില്ല. മോനെ മാധവ, 7 ചുടുകല്ല് വേണോന്നേ പൂജ ചെയ്യുന്നവര് പറഞ്ഞിരുന്നു. ഓ, ഞാനത് മറന്നുപോയില്ല അമ്മേ. ആ കുഴപ്പമില്ല, ഞാനിപ്പോൾ എടുക്കാം. അത് വേണ്ട മാധവേട്ട. ഈ രാത്രിയിൽ ഇനി ചൂടുകെട്ട് അന്വേഷിച്ചൊന്നും പോണ്ട. പൂജ ചെയ്യുന്നവരൊക്കെ 11 മണിക്കല്ലേ എത്തും. അതിനു മുമ്പ് നമുക്കത് സംഘടിപ്പിക്കാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. മോനെ, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ശരി അമ്മ. ഹരിതയ്ക്ക് അന്ന് ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്താ ചന്ദ്രു നീ പറയുന്നത്? ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കൂ. ചിലപ്പോഴൊക്കെ വിധി ആരെങ്കിലും എഴുതി ചേർക്കുന്നതായിരിക്കും.